ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൈപ്പയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. കൈപ്പയ്ക്ക, തേങ്ങ, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഈ കൈപ്പയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ. ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് തേങ്ങയും നീളത്തിലരിഞ്ഞ പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് തന്നെ ഇത് ഡ്രൈ റോസ്റ്റായി കിട്ടണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. തേങ്ങയെല്ലാം ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് വല്ലാത്ത ടേസ്റ്റായി കൈപ്പയ്ക്കൊക്കെ. എല്ലാവരും ഒന്ന് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയും റോസ്റ്റ് ആവണം, എങ്കിൽ മാത്രമേ ആ തേങ്ങയുടെ ഉൾവശമെല്ലാം നല്ല മൊരിഞ്ഞു കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒന്ന് വിടർത്തിയിടാം. അപ്പോൾ ഉള്ളിലോട്ടെല്ലാം നല്ല എണ്ണയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഉപ്പ് പുരട്ടി വെച്ചേക്കുന്ന കൈപ്പയ്ക്ക ഇത്. ഉപ്പ് പുരട്ടി വെച്ചേക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കയ്പ്പ് അധികം അറിയത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് പുരട്ടി വയ്ക്കുന്നത്. അതിനുശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കാം. സത്യം പറഞ്ഞാൽ മെഴുക്ക് പുരണ്ടിരിക്കുന്നതാണ് മെഴുക്ക് പുരട്ടിയെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഒരു പാലക്കാട്ടുകാരിയായി എനിക്ക് തോരനാണെങ്കിലും മെഴുക്ക് പുരട്ടിയാണെങ്കിലും ഒറ്റ പേര് ഞങ്ങൾക്കുള്ളൂ, ഉപ്പേരി. ഞങ്ങളെല്ലാത്തിനും അങ്ങനെ പറയാറ്. ഇപ്പം ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവണം, നല്ല പോലെ റോസ്റ്റായി കിട്ടണം. ഇത് ഇപ്പം നമുക്ക് ഏകദേശം ഒരായിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പം തന്നെ അടുപ്പിൽ നിന്ന് മാറ്റരുത്. കാരണം ആ ഒരു പാത്രത്തിൽ നിന്ന് ഇരുന്ന് അതിൻ്റെ ഒരു ചൂട് കിട്ടി നല്ല പോലെ മൊരിഞ്ഞ് വരണം. ഇതൊരു മീൻകറിയും ഒരു ഓംലെറ്റും കയ്പ്പയ്ക്കും ഉണ്ടെങ്കിൽ